തിരുവനന്തപുരം കണിയാപുരത്ത് വീട്ടിനുള്ളിൽ യുവതിയെ മരിച്ചതിൽ കണ്ടെത്തി. യുവതിക്കൊപ്പം താമസിച്ചിരുന്ന തമിഴ്നാട് സ്വദേശിയെ കാണാനുമില്ല. കണ്ടൽ നിയാസ് മൻസിൽ വിജിയെയാണ് വീട്ടിലെ ഹാളിൽ മരിച്ചതിൽ കണ്ടത്. വൈകുന്നേരം 5:30 സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ കുട്ടികളാണ് മൃതദേഹം കണ്ടത്. എ വി ജയശങ്കർ തിരുവനന്തപുരം. ജയശങ്കർ, എന്താണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ഇത് സംബന്ധിച്ച്? അതായത് സുഹേല്, ഇന്ന് വൈകിട്ടോട് കൂടിയാണ് ഈ വിജിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസാണ് ഈ കുട്ടികൾ എത്തിയ ഈ സ്ത്രീയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് നാട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ചു. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഇൻക്വസ്റ്റ് നടപടികൾ നിലവിൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മൃതദേഹം ഇപ്പോഴും വീട്ടിൽ തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. യുവതിയുടെ മരണം കൊലപാതകം എന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. കാരണം യുവതിക്കൊപ്പം ഉണ്ടായിരുന്ന രംഗൻ എന്ന തമിഴ്നാട് സ്വദേശിയെ ഈ മരണത്തിന് പിന്നാലെ കാണാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും മരണകാരണം എന്തെന്ന് വ്യക്തമാകാൻ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കണമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും നിലവിൽ ഈ മരണവുമായി ബന്ധപ്പെട്ട അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് നിലവിൽ പുരോഗമിക്കുന്നത്. എന്തായാലും വീട്ടിലെ പോലീസിന്റെ പരിശോധന നിലവിൽ ഫോറൻസിക് സംഘം ഉൾപ്പെടെ ഉള്ള പരിശോധന തുടരുകയാണ്. എന്തായാലും ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. നാളെയും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തും. എന്തായാലും ഒപ്പമുണ്ടായിരുന്ന തമിഴ്നാട് സ്വദേശിയെ ലഭിച്ചാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായി മരണവുമായി ബന്ധപ്പെട്ട കുറച്ചധികം വിവരങ്ങൾ ലഭിക്കുമെന്നാണ് മംഗലപുരം പോലീസ് പറയുന്നത്. എന്തായാലും ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നത്. സുഹേൽ, ശരി. എ വി ജയശങ്കറാണ് വാർത്തയുടെ വിശദാംശം നൽകിയത്. ഒപ്പം താമസിച്ചിരുന്ന തമിഴ്നാട് സ്വദേശിക്കായി പോലീസ് അന്വേഷണം തുടരുകയാണ്.